ഞാൻ തെങ്ങ കയറുമായിരുന്നു രാത്രി. നിന്റെ തെങ്ങൽ സ്വന്തം തെങ്ങ കയറി പകുതി ആയപ്പോഴത്തേനും ഇവൻ അവന്റെ മതിലിന്റെ അപ്പുറത്ത് നിന്നിട്ട് കുടുകട്ട വെച്ച് എറിഞ്ഞിട്ട്. അപ്പൊ നിനക്ക് എളുപ്പമായില്ലയോ? പകുതിക്ക് ഇറങ്ങിട്ട് എറിഞ്ഞിട്ട് തേങ്ങ എടുത്തോണ്ട് നീ വീട്ടിൽ പോകണമായിരുന്നു. അവൻ എറിഞ്ഞിട്ടത് എന്നെയാ. നിന്നെ എങ്ങനെ എറിഞ്ഞിട്ട്? അവന്റെ കുളിമുറിക്ക് മണ്ടയില്ലെന്ന്. കുളിമുറിക്ക് മണ്ടയില്ലെന്ന് പറഞ്ഞ് നീ തെങ്ങ കയറുന്ന പാട്ടി എന്തോ ബന്ധം? അവന്റെ പെണ്ണുമ്പിള്ള അവിടെ നിന്ന് കുളിക്കുമായിരുന്നു. അത് ശരി, പെണ്ണുമ്പിള്ള കുളിച്ചോണ്ട് തെങ്ങിന്റെ മണ്ടയ്ക്ക് കയറിട്ട് ഞെളിഞ്ഞ് നിൽക്കുവാന്നോ? അങ്ങനല്ല, പിന്നെന്തുവാ? ഞാൻ എപ്പോ തെങ്ങ കയറിയാലും അവര് വന്ന് ഞങ്ങൾ കുളിച്ചോളുവാ. അത് ശരി, അവരുടെ കുറ്റമാണ് ഇപ്പൊ പറഞ്ഞത്. എടാ നിനക്ക് വേലയും കൂലിയൊന്നും ഇല്ലയോടാ? ജോലി ഉണ്ട്. ജോലി എന്തോ ഉള്ളത്? ഇഷ്ടിക കച്ചവടം. നല്ല ജോലി അല്ലയോ? ഇഷ്ടിക കമ്പനി ഉണ്ടോ? ഇല്ല. പിന്നെന്തുവാ? അവൻ എറിഞ്ഞിടുന്ന ഇഷ്ടികയല്ല ഞാൻ പേർക്ക് അടുക്കി വെക്കും. ഒരു വണ്ടി ഇഷ്ടിയാകുന്ന ഞാൻ വിൽക്കും. എത്ര വണ്ടി ഇഷ്ടിക വിറ്റു? ഈ വർഷം 16 ലോഡ് വിറ്റ്. അപ്പൊ എന്ന് വാങ്ങുക തെങ്ങേറ്റോ ഏറ് മേടിക്കാൻ തന്നെയാ? ഇല്ല. പിന്നെന്തുവാ? എനിക്ക് 5 ദിവസം എറിഞ്ഞില്ല. അപ്പൊ അവനോട് ഇല്ലായിരുന്നായിരിക്കും. അല്ല, അവന്റെ ഭാര്യക്ക് പനി. കുളിമുറി വന്ന് കാണത്തില്ല. ഇല്ല. ഇവിടെ നീ തെങ്ങ കയറിക്കൊണ്ടിരിക്കുവാന്നോ? അല്ല, പിന്നെന്തുവാ? എന്റെ ബിസിനസ് ഇപ്പൊ ഇല്ല. അതെന്നാ പറ്റിയടാ? ആ തെങ്ങ് കാറ്റടിച്ച് പോയത്. അയ്യോടാ, അഷറഫിന്റെ ഭ്രാതായിരിക്കും.